നമ്മുടെ കുട്ടീസിന് വൈകിട്ട് ചായക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളിയുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ. കുട്ടീസിന് മാത്രമല്ല കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയവരാണെങ്കിലും നിർത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് നല്ലോണം തന്നെ ഒന്നുകൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. രണ്ടും ചൂടായി വന്നതിന് ശേഷം വേണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം ദാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നമ്മുടെ നെയ്യിൽ നല്ലോണം തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്ത് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോ ഒരു 3 അച്ച് ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടി തിളപ്പിച്ച് ഉരുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ മറ്റൊരു പാത്രത്തില് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോ തിളപ്പിച്ച് വെച്ച ശർക്കര പാനിയും കൂടി ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട കേട്ടോ. ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ച പഴത്തിന്റെയും തേങ്ങാക്കൊത്തിന്റെയും ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മാവ് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക. മേളിലേക്ക് ആ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. ഇനിയിപ്പോൾ ഒരു വശം റെഡി ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാം. ഇതേപോലെ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈ റെസിപ്പി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം ട്ടോ.